അധ്യക്ഷനിവിടെ ഇല്ല എങ്കിലും നമ്മുടെ ഈ വേദിയിൽ അധ്യക്ഷനായി അലങ്കരിച്ച ശ്രീ ദിവാകരൻ സാർ, പിന്നെ ഉദ്ഘാടനം ചെയ്ത ഹാസൻ സാർ, മറ്റ് നമ്മുടെ MP പ്രേമേന്ദ്രൻ സാർ, എല്ലാ പേരുടെ പേരെടുത്ത് പറയുന്നില്ല. മേയർ ഒഴികെ മറ്റുള്ള എല്ലാ പേരും വിളിച്ചതുപോലെ തന്നെ വിളിക്കുമ്പോഴുള്ള അവരുടെ ഒരു പ്രതികരണം മനസ്സിലാവുമല്ലോ. അതേപോലെ തന്നെ വളരെ സ്നേഹപൂർവ്വം വരുമെന്ന് പറഞ്ഞ് അതേപോലെ കൃത്യസമയത്ത് വരികയും നല്ല നല്ല വാക്കുകൾ, ഞാനിത് പറയുമ്പോൾ എന്റെ നാട്ടുകാരും എന്റെ കൂട്ടുകാരും എല്ലാം ഇവിടെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ തുറന്നു പറയുകയാണ്. ഒരു മകൻ എന്നുള്ള നിലയ്ക്ക് ഞാനിത് ചെയ്തതല്ല. അത് ഞാൻ എവിടെ വേണോ പ്രോമിസ് ചെയ്ത് പറയാം. അങ്ങനെ സ്വന്തം അച്ഛനെ കുറിച്ച് ഇങ്ങനെ എല്ലാവരും പുകഴ്ത്തി പറയുന്ന ഏകദേശം ഒരു 10 വർഷത്തോളം നമ്മുടെ അനുസ്മരണ സമ്മേളനങ്ങളിൽ, അതായത് KC വാമദേവൻ ഫൗണ്ടേഷൻ നടത്തിയ 1000-ഓളം പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയ അനുസ്മരണ സമ്മേളനങ്ങളിൽ ഇത് കേട്ട് ഒരേ കാര്യം തന്നെ കേൾക്കുന്നതാണ്. അപ്പോ അദ്ദേഹത്തിന്റെ പേര് നിലനിർത്തണമെന്നുള്ളതും തീർച്ചയായും ഒരു മകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് അതിനെക്കുറിച്ച് യാതൊരു അഭിപ്രായമില്ല. പക്ഷെ ഇതിനെല്ലാം തന്നെ ഒരു പാർട്ടി, സജീവമായ ഒരു പാർട്ടിയുടെ നേതൃത്വത്തിൽ പേരിലാണ് അദ്ദേഹം മേയറായത്. പാർട്ടിയുടെ സപ്പോർട്ടോടുകൂടിയാണ് എല്ലാ സ്ഥാനമാനങ്ങളും ഉണ്ടായത്. പാർട്ടിയിലുണ്ടായ പ്രശ്നങ്ങളാണ് അദ്ദേഹത്തിന്റെ പേര് നിലനിർത്തുന്നതിനുള്ള ശരിയായ തടസ്സം എന്നുള്ളത് ഞാൻ ഇവിടെ എല്ലാ പേരുടെയും മുമ്പ് വെച്ച് പറയുകയാണ്. അത് ആരും തന്നെ പറഞ്ഞില്ല. ശരിക്കും പ്രേമേന്ദ്രൻ സാറോട് ഇരിക്കുമ്പോൾ പറയേണ്ടതാണ്. അതിന് നാട്ടുകാരെയോ ലൈബ്രറി ഭാരവാഹികളെയോ അല്ലെങ്കിൽ ഇവിടുത്തെ കൗൺസിലേഴ്സിനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ഞാനൊരു പൊതുജനം, സാധാരണ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് പറയുന്നതാണ്. ഇത് ഞാൻ അദ്ദേഹത്തിന്റെ അതുകൊണ്ടാണ് പറയുന്നത്. നമ്മുടെ മണക്കാട് പാർക്കില് എപ്പോഴോ ഒരിക്കൽ അതിന്റെ ഉദ്ഘാടനമോ തറക്കല്ലിടുന്ന കണ്ടുമാണ് അച്ഛന്റെ പേര് കൊത്തിവെച്ചിരിക്കുന്ന കണ്ടു. അത് റിനോവേഷൻ ചെയ്തപ്പോ ആ കല്ല് പാടെ അങ്ങ് മാറ്റിയിട്ട് പുതിയ ആളുകളുടെ പേര് വെച്ചു. ഇത് ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എന്നെ ബാധിക്കുന്ന കാര്യമല്ല. പക്ഷേ അവിടെയുള്ള ആൾക്കാർ, ഇത് കണ്ടുകൊണ്ട് വന്ന ആൾക്കാർ എന്നെ വിളിച്ചു പറഞ്ഞു. ഞാനത് മേയറെ വിളിച്ചു പറഞ്ഞു. ഇതേപോലെയാണ് നമ്മുടെ കമ്മ്യൂണിറ്റി ഹാളിൽ 1965 എന്തോ ആണ്, കമ്മ്യൂണിറ്റി ഹാളല്ല, നഴ്സറി, പൈറ്റുകുപ്പ നഴ്സറി. അങ്ങനെ ഈ പേര് കൊത്തി വയ്ക്കുന്നത് അദ്ദേഹത്തിന്റെ സ്മരണ നിലനിർത്താൻ വേണ്ടിയിട്ടാണെങ്കിൽ, ശരിക്കും സരസ്വതി പൈ ടീച്ചർ കൗൺസിലറായിരുന്നപ്പോ ഈ തറക്കല്ലെടുത്തത് ഉദ്ഘാടനം ചെയ്തതുമായിട്ടുള്ള ആ സ്റ്റോൺ ലേഡ് ബൈ, അത് ആ കല്ല് മാറ്റി അവിടെ പതിച്ചതായിട്ട് എനിക്കറിയാം. ഇപ്പോഴും ആ കല്ല് അവിടെ ഉണ്ട്. പക്ഷെ ഈ കല്ല് അല്ല ഒരാളുടെ സ്മരണ നിലനിർത്തുന്നതിനുള്ള മുഖ്യമായ ഒരു ഘടകമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നമ്മുടെ സ്കൂളിന്റെ പേരിടുന്നതും എല്ലാം. ഇപ്പൊ ഗാന്ധിജിയുടെ പേര് നിലനിർത്തുന്നതിന് വേണ്ടി എല്ലായിടത്തും നിർമ്മിച്ചിരിക്കുന്ന പ്രതിമ എല്ലായിടവും കണ്ടാ അറിയാം, തീരെ വൃത്തിയില്ലാതെ കാക്ക ഇച്ചിട്ട് കാണുന്നതായിട്ട് കാണാം. അപ്പൊ അതൊന്നും അല്ല ഒരു വ്യക്തിയുടെ മഹത്വം നിലനിർത്തുന്നതിനുള്ള ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്. എന്തിനെങ്കിലും ഒരു പേരിട്ടാൽ അത് എല്ലാം ആകിയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ പേരിൽ പൊതുവായിട്ട് എല്ലാ പേരുടെയും അഭിപ്രായം സ്വരൂപിച്ച് എന്തെങ്കിലും ഒരു കാര്യം, ഒരു പൊതുക്കാര്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഒരു മകൻ എന്നുള്ളതിലേക്ക് എനിക്ക് അഭിപ്രായപ്പെടുവാനുള്ളത്. ഇത് വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്, ഞാൻ എന്റെ അഭിപ്രായം പറയുന്നു മാത്രം. കാര്യം നമ്മൾ കണ്ടുവരുന്ന എല്ലാ കാര്യത്തിലും രാഷ്ട്രീയം, ഈ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിയാൽ അത് പൂർണ്ണമായി രാഷ്ട്രീയമായ എതിർപ്പും മതപരമായിട്ടുള്ള എതിർപ്പും ഉണ്ടാവും. ഇതെല്ലാം തന്നെ നമ്മൾ ജനിച്ചു വളർന്ന സ്ഥലത്ത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാനോ എന്റെ ഇളയച്ചന്മാരോ അല്ലെങ്കിൽ മറ്റുള്ള ആരും തന്നെ ഇത്തരം കാര്യങ്ങളിലേക്ക് മുന്നോട്ട് വരാത്തത്. അത് വന്ന് എന്തിനാണ് ഉള്ള ശത്രുത ഉണ്ടാക്കുന്നത്. പക്ഷേ എന്റെ കുടുംബക്കാർക്കുള്ള ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്, എവിടെ ചെന്നാലും ഇദ്ദേഹത്തിന്റെ മകൻ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ അനുജൻ എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു ബഹുമാനം, അത് ചിലപ്പോൾ ഇപ്പോൾ ഉള്ള മന്ത്രിമാർക്കോ നേരത്തെ ഇരുന്ന മേയർമാരുടെ മക്കൾക്കോ ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല. അതാണ് ഏറ്റവും വലിയ മഹത്വമായി വീട്ടിന്റെ ഒരു മകൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ കാണുന്നത്. ഇത് ഞാൻ തുറന്നിവിടെ പറയുകയാണ്. അപ്പൊ എല്ലാവരും പല കാര്യങ്ങളും പറഞ്ഞു. ഞാൻ അത് എന്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായമാണ് ഇത് പറഞ്ഞത്. ഈ ഒരു സമ്മേളനം സംഘടിപ്പിച്ചതും KC വാമദേവൻ ഫൗണ്ടേഷൻ അല്ല.
കെ സി വാമദൻ നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ അത് അനുസ്മരണ സമ്മേളനം നടത്തേണ്ടതില്ല, അതൊരു അനാവശ്യമായ ചിലവാണ് എന്ന് മനസ്സിലാക്കിയിട്ട് 10 വർഷത്തിന് മുമ്പ് നിർത്തിയതാണ്. മറ്റേ ചാരിറ്റി വർക്ക് ചെയ്ത് മുന്നോട്ട് പോവാണ്. ഇപ്പോഴും കഴിഞ്ഞ വർഷമൊക്കെ ഓരോ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കാര്യത്തിന് വേണ്ടി അച്ഛനുമായിട്ട് ബന്ധപ്പെട്ട ഓരോ ആളുകളുടെ വീടുകളിൽ ചെന്നപ്പോഴാണ് ഈ ഒരു 20 വർഷം കൊണ്ട് അവർക്കുണ്ടായ മാറ്റവും ശരിക്കും അവരെല്ലാം കൂടി പറഞ്ഞിട്ട് തന്നെയാണ്. എന്നുവെച്ചാൽ അദ്ദേഹത്തിന്റെ പേര് കേൾക്കണം, അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ അവർക്കെല്ലാവർക്കും കാണണം, പിന്നെ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെ തമ്മിൽ കാണണം. എല്ലാവരും പ്രായമായി വരികയാണല്ലോ, അവർക്ക് തമ്മിൽ കാണാൻ കൂടിയുള്ള ഒരു അവസരമാണ് ഇത്. ഈ സുഹൃത്തുക്കളും പ്രായമേറിയ ആൾക്കാർക്കും എല്ലാവർക്കും ഒരുമിച്ചിരിക്കാനുള്ള ഒരു സദസ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഈ ഒരു പേരിൽ ഇങ്ങനെ സംഘടിപ്പിച്ചത്. നമ്മുടെ കെ സി വാമൻ ഉടൻ തന്നെ പുനഃസംഘടിപ്പിക്കുന്നതാണ്. അതിലെ ആളുകളുടെ പ്രായാധിക്യവും പിന്നെ കുറെ പേര് മരണപ്പെട്ടു പോയി. പ്രസിഡന്റ് ഇവിടെ ഉണ്ട്, അദ്ദേഹമായിട്ട് സംസാരിച്ചുകൊണ്ട് തന്നെ അത് പുനഃസംഘടിപ്പിക്കാൻ ശ്രമിക്കാം. പിന്നെ മറ്റു പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോവാം. മറ്റുള്ളതിന് ഒന്നും തന്നെ എനിക്ക് പറയാനില്ല. ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. നമ്മുടെ